നമസ്കാരം. സിദ്ദിഖ് എന്ന സംവിധായകന്റെ ജീവിതകഥയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. സംവിധായകൻ, നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, കഥാരചയിതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായ കലാകാരനാണ് സിദ്ദിഖ് ഇസ്മായിൽ എന്നറിയപ്പെടുന്ന സിദ്ദിഖ്. മലയാളികളുടെ സിനിമാസ്വാദനത്തെ ഹാസ്യരസത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തിയ സംവിധായകനാണ് സിദ്ദിഖ്. മലയാള സിനിമയിലെ ഹാസ്യത്തിന് വേറിട്ട ശൈലി അദ്ദേഹം സമ്മാനിച്ചു. ആദ്യകാലത്തെ നോക്കാം. 1954 ഓഗസ്റ്റ് 1 ഇസ്മായിൽ ഹാജിയുടെയും സൈനബയുടെയും മകനായി എറണാകുളം ജില്ലയിലെ കല്ലൂരിൽ ആണ് ജനനം. കല്ലൂർ ഹൈസ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും മഹാരാജാസ് കോളേജിൽ നിന്ന് ബിരുദവും നേടി. കലാരംഗത്തേക്ക് വന്ന കാര്യത്തെ നോക്കാം. പഠനത്തെക്കാളേറെ കലയോടായിരുന്നു സിദ്ദിഖിന് ആദ്യമേ തുടങ്ങി താല്പര്യം. അതുകൊണ്ട് ബിരുദ പഠനത്തിന് ശേഷം കൊച്ചിൻ കലാഭവനിൽ ചേർന്ന് സിദ്ദിഖ് മിമിക്രി രംഗത്ത് സജീവമായി. കലാഭവനിൽ അദ്ദേഹം എഴുതിയ സ്കിറ്റുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു. മിമിക്രിയും സ്കിറ്റുമായി വേദികളിൽ തിളങ്ങിയിരുന്ന കാലത്താണ് ഫാസിൽ സിദ്ദിഖിനെയും സുഹൃത്ത് ലാലിനെയും കണ്ടുമുട്ടുന്നതും പിന്നീട് തൻ്റെ കൂടെ ചേർന്നു. സിനിമയിലേക്ക് വന്ന കഥ നോക്കാം. സിദ്ദിഖും ലാലും ഫാസിലിന്റെ സിനിമകളിൽ സഹസംവിധായകരായി ആണ് സിനിമയിൽ ആരംഭം കുറിച്ചത്. കുറച്ചുകാലം ഫാസിലിന്റെ സഹസംവിധായകരായി തുടർന്നു. 1986 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിലൂടെ അവർ തിരക്കഥാകൃത്തുക്കളായി, അതായത് സിദ്ദിഖും ലാലും അരങ്ങേറ്റം കുറിച്ചു. ഈ ചിത്രം മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് ജോഡിക്ക് തുടക്കമാവുകയായിരുന്നു. മോഹൻലാൽ, ശ്രീനിവാസൻ ടീം വേഷമിട്ട സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത നാടോടിക്കാറ്റായിരുന്നു അടുത്ത ചിത്രം. നാടോടിക്കാറ്റിന്റെ കഥ സിദ്ദിഖ് ലാലിൻ്റെതായിരുന്നു. പിന്നീട് കമലിനോടൊപ്പം കാക്കത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിൽ അസോസിയേറ്റ് സംവിധായകരായി ഇരുവരും പ്രവർത്തിച്ചു. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിന്റെ സംവിധാന ചരിത്രം നോക്കാം. 1989 പുറത്തിറങ്ങിയ റാംജി റാവു സ്പീക്കിംഗ് ആയിരുന്നു സിദ്ദിഖ് ലാൽ ജോഡിയുടെ ആദ്യ സംവിധാന സംരംഭം. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഇവരുടെ തന്നെയായിരുന്നു. റാംജി റാവു വലിയ വിജയമായി. പിന്നീട് അങ്ങോട്ട് ഇൻ ഹരിഹർ നഗർ, ഗോഡ്ഫാദർ, വിയറ്റ്നാം കോളനി, കാബൂളിവാല തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾ സൃഷ്ടിച്ചു. ഗോഡ്ഫാദർ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ്. 1991 ഏറ്റവും കലാമൂല്യമുള്ള ജനപ്രിയ ചിത്രത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും ഗോഡ്ഫാദറിനെ തേടിയെത്തി. ഹൽച്ചൽ എന്ന പേരിൽ 2004 പ്രിയദർശൻ ഗോഡ്ഫാദർ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തു. മക്കൾ മഹാത്മ്യം, മാന്നാർ മത്തായി സ്പീക്കിംഗ് തുടങ്ങിയ സൂപ്പർ ഹിറ്റുകളുടെ കഥയും തിരക്കഥയും സിദ്ദിഖ് ലാലിൻ്റെതാണ്. കമൽ സംവിധാനം ചെയ്ത അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിന്റെ കഥയും സിദ്ദിഖിൻ്റെതാണ്. മാന്നാർ മത്തായിക്ക് ശേഷം സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് വേർപിരിഞ്ഞു. സിദ്ദിഖ് സംവിധാന രംഗത്തും ലാൽ അഭിനയ രംഗത്തും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സിദ്ദിഖ് തനിയെ ചെയ്ത കാര്യങ്ങളെ നോക്കാം. ലാലില്ലാതെ സിദ്ദിഖ് സംവിധാനം ചെയ്ത ആദ്യ ചിത്രം ഹിറ്റ്ലറാണ്. ഈ ചിത്രം വൻ വിജയമായിരുന്നു. പിന്നീട് ഒരുക്കിയ ഫ്രണ്ട്സ് എന്ന ചിത്രവും ബോക്സ് ഓഫീസിൽ വൻ തരംഗം സൃഷ്ടിച്ചു. അന്യഭാഷകളിലും വലിയ ചർച്ചയായ ഫ്രണ്ട്സ് 2001 തമിഴിലേക്ക് റീമേക്ക് ചെയ്തു. 2003 സംവിധാനം ചെയ്ത ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രവും ഗംഭീര വിജയം നേടി. അതിനുശേഷം എങ്കളണ്ണ, സാധു മിരണ്ട തുടങ്ങി തമിഴിൽ 2 ചിത്രങ്ങൾ ഒരുക്കുകയുണ്ടായി. സിദ്ദിഖിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട സിനിമയാണ് 2010 പുറത്തിറങ്ങിയ ബോഡിഗാർഡ്. ചിത്രം മലയാളത്തിൽ വൻ ഹിറ്റായതോടെ തമിഴിലും ഹിന്ദിയിലുമെല്ലാം റീമേക്ക് ചെയ്യുകയും ആ ഭാഷകളിലും വൻ ഹിറ്റാവുകയും ചെയ്തു. ഹിന്ദിയിലും തമിഴിലും ഈ ചിത്രങ്ങളുടെ സംവിധാനം നിർവഹിച്ചത് സിദ്ദിഖ് തന്നെയായിരുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, കിങ് ലയർ, ഫുക്രി, ഭാസ്കർ ദ റാസ്കൽ തുടങ്ങിയവയാണ് പിന്നീട് സംവിധാനം ചെയ്ത ചിത്രങ്ങൾ. 2020 ഒരുക്കിയ ബിഗ് ബ്രദർ ആയിരുന്നു അവസാനത്തെ ചിത്രം. അഭിനയ രംഗത്തുള്ള കാര്യത്തെ നോക്കാം. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്, പൂവിന് പുതിയ പൂന്തന്നൽ, വർഷം 16, മാനത്തെ കൊട്ടാരം, സിനിമാ കമ്പനി, മാസ്റ്റർ പീസ്, ഇന്നലെ വരെ തുടങ്ങിയ ഏതാനും സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ സിദ്ദിഖ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കുടുംബത്തെ നോക്കാം. 1984 സിദ്ദിഖ് വിവാഹിതനാകുന്നത്. സജിതയാണ് ഭാര്യ. സുമയ്യ, സഹറ, സുഗുൻ എന്നിവർ മക്കളാണ്. അവസാന കാലത്തെ നോക്കാം. ന്യൂമോണിയയും കരൾ രോഗവും മൂലം ചികിത്സയിൽ കഴിയുകയായിരുന്ന സിദ്ദിഖിന്
അസുഖം കുറഞ്ഞു വരുന്നതിനിടെ 2023 ഓഗസ്റ്റ് 7 തിങ്കളാഴ്ച ഹൃദയാഘാതമുണ്ടായി. ആ ചികിത്സ നടത്തുന്നതിനിടയിൽ ഓഗസ്റ്റ് 8 ചൊവ്വാഴ്ച രാത്രി അദ്ദേഹം അന്തരിച്ചു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഖബറടക്കം ബുധനാഴ്ച വൈകിട്ട് 6-ന് എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ്. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 9 മുതൽ 11:30 വരെയും പിന്നീട് കാക്കനാട് അടുത്തുള്ള വസതിയിലും പൊതുദർശനത്തിനുണ്ടാകും. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.